ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫസീല ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഴവും ശർക്കരയും ചേർത്ത് അടിപൊളി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 പഴം ചെറുതായി അരിഞ്ഞെടുക്കണം. ഇത് നന്നായി പഴുത്ത പഴമാണ്. അപ്പോൾ നമുക്ക് നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കാം. ഇനി അരിഞ്ഞെടുത്ത പഴം നമുക്ക് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതുപോലെ ഫൈൻ പേസ്റ്റായി കിട്ടും. ഇനി നമുക്കിത് നല്ലൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ബൗള് ഗോതമ്പ് പൊടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് പഴത്തിൻ്റെ മിക്സിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ട് കിട്ടും. നല്ല മാവായി കിട്ടും. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശർക്കരയും പഴവും ഉപയോഗിച്ച് എങ്ങനെ വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയും ഹെൽത്തിയുമായ റെസിപ്പി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പം മാവ് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കണം. ഇനി ഒരു പാന് അടുപ്പിൽ വെച്ച് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് ഇളക്കണം. ഇനി നമുക്കതിലേക്ക് ശർക്കര കൂടി ഉരുക്കി അരിച്ച് ഒഴിച്ച് കൊടുക്കണം. ശർക്കര ഉരുക്കി ഒഴിക്കുന്നത് എന്തെങ്കിലും കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച മാവ് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഓരോ ഉരുളകളാക്കി മാറ്റിയെടുക്കാം. ഇതിപ്പോൾ 6 ഉരുളകളാക്കിയാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്ക് ഒരു ഇഡ്ഡലിപ്പാത്രം വെച്ച് നമുക്ക് വാഴയില അതിൽ വെച്ച് രമ്പോല കൂടി ഞാൻ വെക്കുന്നുണ്ട്, നല്ല മണം കിട്ടാൻ വേണ്ടി. ഇനി നമുക്ക് ശർക്കര തയ്യാറാക്കി വെച്ചതിലേക്ക് ഏലക്കായപ്പൊടി കൂടി ഇട്ട് ഇളക്കിയെടുക്കണം. ഇനി ഉരുളകളാക്കി വെച്ച ഉരുളകളിലേക്ക് നമുക്കിതുപോലെ ഷേപ്പ് ചെയ്തെടുത്ത് അതിലേക്ക് ശർക്കര ഉള്ളിൽ വെച്ച് ഇതുപോലെ ചെയ്ത് എടുക്കാം. നല്ല ഭംഗിയുള്ള ഉരുളകളാക്കി എടുക്കാം. ഇനി നമുക്കിത് ഓരോന്നായി ഇതുപോലെ ശർക്കര ഉള്ളിൽ വെച്ചിങ്ങനെ ഉരുട്ടിയെടുക്കാം. നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഓരോന്നോരോന്നായി ഉണ്ടാക്കി വെക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഇതുപോലെ ശർക്കര ഉള്ളിൽ വെച്ച് ഇതുപോലെ ഉരുട്ടി എടുക്കണം ഓരോ ഉരുളകളും. വെള്ളം ചേർക്കാതെ തന്നെ നല്ല മയമായിട്ട് കിട്ടും. ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഇതുപോലെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ പലഹാരം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയും കാണാൻ വളരെ ഭംഗിയുമുള്ള നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.